ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുതേ. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെയുള്ള മസാല പൗഡറുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാണികളൊക്കെ വന്ന് വേസ്റ്റായിട്ട് പോവാറുണ്ട്. അതില്ലാണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ഫോയിൽ പേപ്പറാണ്. ഞാനിത് വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുള്ള കവറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് സാമ്പാർ പൗഡറിൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് ഞാൻ പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഭാഗം പൊട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫോയിൽ പേപ്പറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് പാക്കറ്റായാലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പൊട്ടിച്ച ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതാ ഞാനിത് ചെറുതായിട്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മാത്രമേ ഫോയിൽ കവറിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊട്ടിച്ച ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു അയൺ ചെയ്യുമ്പോൾ തന്നെ ഫോയിൽ പേപ്പർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് അടർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൊട്ടിച്ച ഭാഗമൊക്കെ നമുക്ക് നല്ലപോലെ ഇതുപോലെയായിട്ട് കിട്ടും കേട്ടോ. ആദ്യം നമ്മൾ കവർ പൊട്ടിക്കുന്നതിന് മുമ്പേ ഉള്ള അതേ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ അയൺ ചെയ്ത ഭാഗം നല്ലപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുടയുന്ന സമയത്ത് പോലും ഒട്ടും പൗഡർ താഴേക്ക് വീഴുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ നല്ലപോലെ പ്രസ്സായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്ന മീറ്റ് മസാലയുടെ ഒരു പാക്കറ്റും കൂടിയാണ്. അതും ഇതുപോലെ കുഞ്ഞതായിട്ട് മാത്രമേ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. ആ ഒരു ഭാഗം ഫോയിൽ പേപ്പറിനുള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വശം എനിക്ക് നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോയിൽ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു കവറിൻ്റെ ഒരു അടയാളം തന്നെ നമുക്കതിലേക്ക് കാണുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക. അപ്പം നമുക്ക് ആ ഒരു വശവും നല്ലപോലെ കിട്ടും. എന്നിട്ട് ഞാനിതാ ഈ ഒരു ഫോയിൽ പേപ്പറിലേക്ക് തന്നെ നിങ്ങളെ കുടഞ്ഞ് കാണിക്കുന്നുണ്ട്. ഒട്ടും മീറ്റ് മസാല പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇനി പൊട്ടിച്ച പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ചൂട് കൂടി പോയാൽ ഡ്രസ്സിൻ്റെ അംശമൊക്കെ ഇതുപോലെ അയൺ ബോക്സിൽ പറ്റി കറ വരാറുണ്ട്. വളരെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഞാനിനി രണ്ടാമതായിട്ട് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാഴയിലയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു വാഴയില എടുത്തിട്ടുണ്ട്, നടുക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കറയൊക്കെ പോയി കിട്ടും. അപ്പോൾ എനിക്കിത് ഒരുപാട് നാളായിട്ട് പിടിച്ചിട്ടുള്ള ഒരു പാടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അയൺ ബോക്സിൽ ഡ്രസ്സ് തേച്ചാൽ ആ ഒരു ഇത് പിടിക്കുന്നൊരു ദിവസം ഉണ്ടല്ലോ, അന്നേ ദിവസം തന്നെ ഇതുപോലെ വാഴയിലയിൽ തേച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു കറ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്കിത് കുറേ ദിവസമായതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചിട്ടാണ് ഇത് പോയി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ഇലയും എടുത്തിട്ടുണ്ട്. 2-3 ഇലയിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു കറ പോയി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ആ കറ നന്നായിട്ട് ഇളകി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാനിതുപോലെ വാഴയിലയിൽ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കിതാട്ടോ ഈ ഒരു ഇതിലുണ്ടായിരുന്ന കറ നല്ല രീതിയിൽ തന്നെ ചേഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. കറ പിടിക്കുന്ന അന്നേ ദിവസം തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കളർഫുൾ റെസിപ്പി തന്നെയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് അവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് പനിച്ചിട്ടുള്ള മുരിങ്ങയാണ്. ഒരു ദിവസം നമ്മൾ ഊരി വെച്ചിട്ട് പിറ്റേ ദിവസം ആണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഉപ്പേരി തന്നെയാണിത്. അതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നോക്കിയിട്ട് വരാം.
ആദ്യം തന്നെ ക്യാരറ്റ് നല്ലപോലെ കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു എഡ്ജ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ കനം കുറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ക്യാരറ്റും ഇതേ രീതിയിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈ 5 പച്ചമുളകും ഇതുപോലെ 4 കീറി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുകോ അതല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാം. ഞാനത് രണ്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മക്കൾ അത് രണ്ടും പെറുക്കിയിടുന്നതുകൊണ്ട് തന്നെ ഞാനതൊന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയും മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടിയുള്ള ഉപ്പ് കണ്ടിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം മുരിങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കയ്യിലേക്ക് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് 2 തവണയായിട്ട് കുറേശ്ശെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിഡൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാനിത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ പിന്നീട് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ക്യാരറ്റ് എനിക്ക് 3/4 വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മുരിങ്ങ മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മുരിങ്ങ ഇതേപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും മുരിങ്ങയും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുട്ട ചേർക്കുന്നതിന് മുമ്പേ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ക്യാരറ്റും മുരിങ്ങയും പാനിൻ്റെ ഒരു വശത്തേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതാ ക്യാരറ്റും മുരിങ്ങയും പാനിൻ്റെ ഒരു വശത്തേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഓയിൽ ചേർത്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ പാന് ഈ ഒരു വശത്തേക്കൊന്ന് തിരിച്ചിട്ട് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചിക്കി ചെയ്തതിന് ശേഷം മാത്രമേ മുരിങ്ങയും ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്തെടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. മുട്ട നല്ലപോലെ ചിക്കിയതിന് ശേഷം മാത്രമേ മുരിങ്ങയും ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പോൾ നല്ലപോലെ ചിക്കി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ക്യാരറ്റും മുരിങ്ങയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ വശത്തേക്കും മുട്ടയുടെ മിക്സ് എത്തണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാനിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. മുരിങ്ങയും മുട്ടയും ട്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും മുരിങ്ങയും ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 ഐറ്റം ഒരുമിച്ച് ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ലപോലെ ചൂടാറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവസാനമായിട്ടുള്ള ലുക്ക്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ്. ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്.
ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. എല്ലാ വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സിങ്ക് ബ്ലോക്ക് ആകുക എന്നുള്ളത്. ഇനി ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നൈറ്റിൽ എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡീക്ലോഗിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ 25 രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വില. 40 ഗ്രാമുള്ളൂ. ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഈ സിങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും ചെറിയ രീതിയിലൊക്കെ പതഞ്ഞ് വരുന്നത്. പഴുക്ക് കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പൊങ്ങുന്നത്. നല്ലതായിട്ട് അഴുക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങി വരും. ഞാൻ ഒരാഴ്ച മുമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ആ തവി വെച്ചിട്ട് ഡീക്ലോഗിൻ്റെ പൗഡറെല്ലാം ആ ഒരു ഹോൾസിനുള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ടാപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളം നല്ലപോലെ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു ടാപ്പിനുള്ളിലൂടെ ഒട്ടും ബ്ലോക്കില്ലാതെ പോകുന്നുണ്ട്. ഇതുപോലെ 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവില്ല. നമുക്കൊക്കെ അറിയാം സിങ്കൊക്കെ ബ്ലോക്കായി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ടും വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.